എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ ടാരോ റീഡിംഗ് ചാനലായിട്ട് മൈസാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം കാലം, അതായത് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. Ten of Wands, World card, Six of Cups, Seven of Wands, Moon card, Page of Cups, Energy Connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 of Wands, മൂൺ കാർഡ്, എനർജി കണക്ഷൻസ് ആണ്. ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. പൊതുവിൽ ഈ ഒരു അടുത്തിടയ്ക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈവൻ ഈ ഒരു വർഷം തുടങ്ങുമ്പോഴും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യക്തത കുറവ് ജീവിതത്തിലുണ്ടാവും. അതായത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു വ്യക്തത കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നുണ്ട്. തീരുമാനങ്ങൾ ഈ ഒരു വർഷം മുന്നോട്ടേക്ക് പോകുന്തോറും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ. എന്ത് തീരുമാനിക്കണം, എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ജീവിതത്തിൽ, ചേഞ്ച് ഓഫ് പ്ലേസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം. അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് പറയേണ്ടി വരും. ഒന്ന്, ഇതൊരു ട്രാൻസ്ഫർ സംബന്ധിച്ച സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഒരേ സമയം തന്നെ വ്യത്യസ്ത അനുഭവങ്ങളാണ്. കാരണം ഈ ഒരു എനർജി 3 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒന്ന്, നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾ ദൂരെ സ്ഥലത്താണ്, ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഫാമിലിയുടെ എവിടെയാണോ ഉള്ളത് നിങ്ങളുടെ വീട് അവിടേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. അപ്പോൾ ഫാമിലിയോടൊപ്പം ഫാമിലിയിലേക്ക് തിരിച്ച് വരികയും ഒരു മടങ്ങി വരവ് എന്നുള്ള രീതിയിലുള്ള ഒത്തിരി സന്തോഷവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ പാരൻസിനോടൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷേ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അത് അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിരിക്കാം, ഒരുമിച്ച് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ, സ്വന്തമായിട്ടൊരു വീടെന്നുള്ള ഒരു സങ്കല്പം മനസ്സിൽ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറുന്നു. പഴയ പല പ്രാരബ്ധ കെട്ടുകളും അവിടെ ഇട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ്. കാരണം പലപ്പോഴും നിങ്ങളുടേതല്ലാത്ത വീഴ്പ്പലക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ പറയും. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ മാറിപ്പോകുമ്പോൾ നിങ്ങളുടേതല്ലാത്ത പല ഉത്തരവാദിത്തങ്ങൾ, പ്രാരബ്ധങ്ങൾ, വിഴുപ്പുകളൊക്കെ അവിടെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വളരെ വലിയൊരു നിങ്ങൾക്കൊരു മനസ്സമാധാനം തരുന്ന കാര്യമാണ്. സ്വസ്ഥയും സമാധാനമുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ട് നാട്ടിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതെല്ലാവരിലും അല്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വീട് മാറുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയില്ല, എല്ലാ കാര്യങ്ങളൊക്കെ ധൃതി പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം നോക്കും. ഇത് വേണോ വേണ്ടയോ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കെട്ടിപ്പറക്കി പോകുന്ന ഒരു എനർജി. അപ്പോൾ എല്ലാം എടുത്തിട്ട് പോകാതിരിക്കുക, പ്രാരബ്ധങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ആദ്യമേ തന്നെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത് കളയാം. അത് വേണ്ട എന്നുണ്ടെങ്കിൽ കൂടിയും ഇനി എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ളത് 15 വർഷമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് വലിയൊരു ഇതല്ലാത്ത കാര്യമാണെങ്കിൽ അത് കളയാം. അത് ആലോചിച്ച് നിങ്ങൾ തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തത ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ളൊരു ജോലിയിൽ നിൽക്കണോ, ബിസിനസ്സിൽ പോകണം എന്നുള്ളൊരു ചിന്തയാവാം. അപ്പോൾ ഒന്നുകിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടും ബിസിനസ്സിലേക്ക് പോകുന്നതായിരിക്കാം.
അല്ലെങ്കിൽ ജോലി വിട്ടിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. വേൾഡ് കാർഡ് ആൻഡ് 7 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ യാത്രകൾ ഒത്തിരി സാധ്യമാകുന്നൊരു വർഷം കൂടിയിട്ടാണ് ഈ ഒരു വർഷം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഈ യാത്രകൾ പലരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകൾ ഒത്തിരി ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. പുതിയ ഇടങ്ങളിലേക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ ഫാമിലിയായിട്ട് ഒരുമിച്ച് ചേർന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാൻ, ഫാമിലിയായിട്ട് കുറച്ച് കൂടുതൽ സമയം വിനോദയാത്ര അതേപോലെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അതായത് നിങ്ങളുടെ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെയോ അലട്ടുന്ന കാര്യങ്ങൾ അതിന് തീരുമാനമാകുന്നൊരു സമയം എന്ന് പറയാം. കാരണം ഇവിടെ നിങ്ങൾ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, പക്ഷെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചില സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടത് പറ്റുമോ, അതിന് വലിയ ലാഭം ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടി പൂർണ്ണമായിട്ടും നിങ്ങളുടെ മൈൻഡിൽ എവിടെയൊക്കെ അതുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ തുടർന്നാൽ എന്നുള്ള നെഗറ്റീവ് ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറയില്ലേ, ഇതൊരു എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ അതൊരു അപശകുനം പിടിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ നല്ലതാണെങ്കിൽ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാതെ പോകും. കാരണം മനസ്സിലെവിടെയോ അത് ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലോ എനർജി, ഒരു നെഗറ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത്. അത് മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് കാർഡ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ വീട്ടുകാരുടെ ഒരു സമ്മതമോ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുക. അതായത് വീട് വിട്ട് പോകുന്ന സിറ്റുവേഷൻ, വീട് വിട്ടിറങ്ങി പോകുന്ന ഒരു സാഹചര്യം തന്നെ പറയാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയം വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ അതിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു പ്രണയം മറ്റും വീട്ടിലുള്ളവർ അക്സെപ്റ്റ് ചെയ്യാത്ത മൂലം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോയി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. വീട്ടുകാരുടെ സമ്മതമില്ലാതൊരു വിവാഹത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻഡായിട്ടും കാര്യങ്ങൾ നീക്കുന്നതായിട്ട് കാണിക്കുക. അതായത് വീട്ടിൽ കുറേ കാര്യങ്ങൾ ഓൾറെഡി ചോദിച്ചു, പക്ഷെ വീട്ടിലൊന്നും സമ്മതിക്കുന്നില്ല. നിങ്ങൾ നാട്ടിൽ നിൽക്കാതെ മറ്റ് വിദേശത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ വിദേശത്ത് വിവാഹശേഷം നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ റെഡിയായി ഒരു വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ച് കുറച്ചൊന്ന് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ഉയർച്ചയുടെ സമയമായിരിക്കില്ല, പക്ഷേ നിങ്ങൾ പുറത്തേക്ക് പോയി സെറ്റിലായി കഴിയുമ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് കപ്സ് ആൻഡ് മൂൺ കാർഡ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്താണോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ ഒരു കാലത്ത് നിങ്ങളുടെ ചിന്താഗതികളൊക്കെ കുറച്ച് അപക്വമായിട്ടുള്ള ചിന്താഗതികളായിരിക്കും. അപ്പോൾ പക്വത കുറവോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനങ്ങൾ ഇപ്പോൾ വന്നിട്ട് അത് ശരിയല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇനി അത് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഉള്ള തീരുമാനങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പക്വതയോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞു പോയ കാലത്തിലെ ചില കാര്യങ്ങൾ വന്നിട്ട് തിരിച്ചല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വീണ്ടും നിങ്ങൾ തിരിച്ച് പുറകോട്ടേക്ക് പോവാം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടുന്ന ആളുകളും ചിലപ്പോൾ ഒരു പക്ഷേ അന്നത് ചെയ്ത് ശരിയായില്ല എന്ന കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിൽ വീണു പോകാതിരിക്കുക. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മുന്നോട്ടേക്ക് പോവുക, പുറകോട്ടേക്കല്ല എന്നുള്ളതാണ്. പിന്നെ പ്രായമായിട്ടുള്ളവരെ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവിലൊരു മിക്സ്ഡ് എനർജിയാണ്. പൊതുവിൽ മനസമാധാനത്തോടു കൂടിയുള്ള സാഹചര്യം, പക്ഷേ കുടുംബത്തിൽ നടക്കുന്ന ചില ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളും ഭാഗഭാക്കാവുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.